ഹലോ. അപ്പോൾ ഇന്നൊരു റിപ്പബ്ലിക് ഡേ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മിട്ടുവിൻ്റെ സ്കൂളിൽ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ ഉണ്ട്, അതിന് പോകണം. മിട്ടുവിന് ലെമൺ സ്പൂണിന് ഫസ്റ്റ് പ്രൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മെഡലും സർട്ടിഫിക്കറ്റൊക്കെ അവന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ അത് കാണാൻ വേണ്ടി പോകണം. അവൻ ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ. ഹാപ്പി റിപ്പബ്ലിക് ഡേ കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ഇപ്പോൾ എണീറ്റുള്ളൂ, ഇനി രാവിലത്തെ പണികളൊക്കെ നോക്കണം. അപ്പോൾ ഇന്ന് ദോശയും ഉള്ളിയും തക്കാളിയും മല്ലിയിലയും കപ്പലിൻ്റെ മുളകും ഒക്കെ ഇട്ടിട്ടൊരു ചമ്മന്തി അരക്കാൻ വിചാരിച്ചു. ചട്നി ഓൾറെഡി അരച്ചു കേട്ടോ. ഇങ്ങനെ ഉള്ളി ചമ്മന്തി അരയ്ക്കുമ്പോൾ അതിലൊരു ലേശം മല്ലിയില ഇട്ട് നോക്കൂ, നല്ല ടേസ്റ്റാണ് കേട്ടോ. വീട്ടുകൂട്ട എണിച്ചു, പിന്നെ അവനെ കുളിപ്പിച്ചു. അവൻ വികൃതി കളിക്കുകയാണ്. കുളിപ്പിച്ച് വന്ന് പിന്നെ അവിടെ ഇവിടെ ഒളിഞ്ഞിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് എൻ്റെ കുളി കഴിഞ്ഞു, ഞാൻ റെഡി ആവുകയാണ്. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് കഷ്ടമുള്ളൂ കേട്ടോ വണ്ടിയിൽ പോകാൻ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു കൊണ്ടാക്കാം, അവിടെ വണ്ടി നിർത്തപ്പോൾ സ്ഥലം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാണ് മിട്ടുൻ്റെ സ്കൂളിലെ സെലിബ്രേഷൻ. എല്ലാവരും വന്നിരിക്കുകയാണ്. റിപ്പബ്ലിക് ഡേക്ക് നല്ല സെലിബ്രേഷനാണ് കേട്ടോ സ്കൂളിൽ. അപ്പോൾ ഫുഡ് എക്സിബിഷനൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മിട്ടുൻ്റെ ഫ്രണ്ട് അഭിമന്യുവിൻ്റെ അമ്മയാണ് നിമിഷ, അവൻ്റെ അനിയത്തി മിന്നുക്കുട്ടി. ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഫുഡുകൾ ഉണ്ടായിരുന്നത്. ഡോണറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഡോക്കല ഉണ്ടായിരുന്നു, പിന്നെന്താ ഉണ്ടായിരുന്നത്, പിന്നെ ഇത് മിട്ടുവിൻ്റെ സ്കൂളിലെ മോസിയാണ് കേട്ടോ. അവർ വെള്ളവും ഫ്രൂട്ടിയൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എടുക്കുമോ എന്ന് പറഞ്ഞിട്ട് പോസ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഇത് മിട്ടുവിൻ്റെ ക്ലാസ്സിൽ തന്നെ ഒരു കുട്ടിയുടെ അമ്മയാണ്. അവർ മസാല പാപ്പടി വിൽക്കുമായിരുന്നു കേട്ടോ. അതായത് പപ്പടത്തിൻ്റെ മുകളിൽ ഉള്ളിയും തക്കാളിയും മല്ലിയിലയും നാരങ്ങയൊക്കെ ഇട്ടിട്ട് കേട്ടോ. അവരും വീഡിയോയ്ക്ക് വേണ്ടി പോസ് ചെയ്തേ. ഇതെനിക്ക് ഏത് ക്ലാസ്സിലെ കുട്ടികളുടെ അമ്മയാണെന്ന് അറിയില്ല, പക്ഷെ അവരും ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ ഡോക്ലി അതൊക്കെ തന്നെയാണ്. എന്തൊക്കെയോ പിന്നെ കേക്കോ പിന്നെ എന്തൊക്കെയോ സംതിങ് വടാപ്പാവോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മിസൽപൂരി എന്തൊക്കെയോ ഉണ്ടായിരുന്നു, സംതിങ് എന്തൊക്കെയോ വിൽക്കുന്നുണ്ടായിരുന്നു. അവരവിടെ ഫുഡുകൾ എടുത്ത് വയ്ക്കണേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചപ്പാത്തിയാണോ എന്ത് സംതിങ് ഉണ്ടായിരുന്നു, പിന്നെ കേക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഡോണറ്റ് ഉണ്ടായിരുന്നു. എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ അവരോട് ചോദിച്ചില്ലായിരുന്നു കേട്ടോ എന്താ ഫുഡ് എന്ന്. പിന്നെ വടാപ്പാവ് ഉണ്ടായിരുന്നു കേട്ടോ. വടാപ്പാവ് ഒരു കുട്ടിയുടെ അമ്മയും അച്ഛനും കൂടിയിട്ടായിരുന്നു വിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. ഇത് ഞങ്ങൾ വാങ്ങിയായിരുന്നു കേട്ടോ. വടാപ്പാവ് മസാല പപ്പാഡ് അതൊക്കെ വാങ്ങിയായിരുന്നു, ഡോണറ്റൊക്കെ. പിന്നെ ഇതാ കൊടി ഫ്ലാഗ് ഉയർത്തി, കുട്ടികളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അഭിമന്യുവിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ, ഗ്രൂപ്പ് സോങ് ഉണ്ടായിരുന്നേ. പിന്നെ കുറേ കുട്ടികളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അഭിമന്യുവിൻ്റെ അനിയത്തി മിന്നിക്കുട്ടിയുടെ വീഡിയോ എടുത്തിട്ടോ. ഇവള് ഞങ്ങളുടെ താരം, അവൾ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുക്കാൻ അവൾ സമ്മതിക്കില്ല. ഇതാ അപ്പോൾ കുട്ടികൾക്ക് ഡോണറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അവൻ്റെ മെഡലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കേട്ടോ. പിന്നെ ഇതാ കളിക്കാനൊക്കെ കുട്ടികൾക്ക് ഓരോരോ സാധനങ്ങളും അതും ഇതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ചാടണതും അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ മിട്ടു നല്ല എൻജോയ് ചെയ്ത് ക്ഷീണിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ വീട്ടിലേക്ക്. ഇതാ വീടെത്താറായിട്ടോ, ഞങ്ങളുടെ ബിൽഡിംഗ് എത്തി. മിട്ടുക്കുട്ടി പായാണ് കേട്ടോ. ഭയങ്കര സന്തോഷത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിലൊക്കെ കയറിയിട്ട് അവന് കാലൊക്കെ വയ്യാണ്ടായി ഇത്ര. ഓക്കെ.